ദുൽഖറിനെ വെച്ച് പാട്ട് പഠിപ്പിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? ദുൽഖറിനെ വെച്ച് പാട്ട് പാടിക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഫസ്റ്റ് എനിക്ക് വരുന്നത് ഒരു സിറ്റുവേഷൻ ആണല്ലോ. ഒരു അമേരിക്കയിലെ രണ്ട് ചേട്ടനനിയന്മാർ അടിച്ചു പൊളിക്കുന്നു, ഒരു പാട്ട് വേണം. അപ്പോൾ ഇങ്ങനെ പാട്ട് വേണമെന്ന് പറയുമ്പോൾ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഡിസ്റ്റ് ഓ ആ ആ ഊ എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ. എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി കൊടുക്കണം. ഒരു കാറിൽ അവർക്ക് ഇട്ട് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിങ് ഉണ്ടായിരിക്കണം. ഒരുപാട് എന്തെങ്കിലും ഒരു ഹിറ്റ് എലിമെൻ്റ് ഉണ്ടായിരിക്കണം. അപ്പം ഞാൻ നോക്കിയപ്പം എപ്പോഴും മലയാളികൾ പറയാറ് ദാസേട്ടൻ്റെ പാട്ട്, ജാനകിയമ്മയുടെ പാട്ട്, അങ്ങനെയാണ് പണ്ട് കാലം തൊട്ട് പറഞ്ഞത്. ഒരിക്കലും ഒരാൾ ഇത് ദേവരാജൻ സാറിൻ്റെ പാട്ട് അല്ലെങ്കിൽ ഇത് ബാബുക്കയുടെ പാട്ട് എന്ന് പറഞ്ഞു കേൾക്കുന്ന വളരെ കുറവ് ആൾക്കാരുള്ളൂ. വളരെ മ്യൂസിക് ലവേഴ്സ് മാത്രമേ അങ്ങനെ പറയാറുള്ളൂ. ഒരു നോർമൽ ആളുടെ അത് ദാസേട്ടൻ പാടിയ പാട്ടെന്ന് പറയും. പക്ഷേ തമിഴ്നാട്ടിൽ എവിടെയും പോയിട്ട് ഏതെങ്കിലും ഒരു കായികക്കാരൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാരും രാജാ സാർ പാട്ട് എന്ന് പറയും. അപ്പോൾ അവിടെയാണ് നമ്മളൊരു വലിയൊരു അഡ്മിറേഷൻ ഡിഫറൻസ്. അത് നമ്മൾ ഇത് ആരുടെയും കുറ്റമല്ല. ഇപ്പം ഞാനായപ്പോലും പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ദാസേട്ടൻ്റെ പാട്ടെന്ന് ഞാനും പറഞ്ഞിരുന്നു. അപ്പം ഒരു പാട്ടിനൊരു സിംഗർ എത്രത്തോളം കേരളത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ മലയാളികൾക്ക് ഒരു സിംഗർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. അത് ഞാൻ പഠിച്ചൊരു കാര്യം, എപ്പോഴും സിംഗറിനെ ചൂസ് ചെയ്യുമ്പോൾ വളരെ പെർട്ടിക്കുലർ ആയിരിക്കണം. പിന്നെ ഈ പടത്തിന് ഒരു ചുമ്മാ ഒരു അടിപൊളി പാട്ട് ആരെങ്കിലും പാടുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഒരു മാർക്കറ്റിംഗ് അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവും തോന്നി. അതിൻ്റെ ഹീറോ എന്നത് പാടിക്കഴിഞ്ഞാൽ ദുൽഖർ പാടുമല്ലോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്ത് വേണമെങ്കിൽ പാടിക്കോട്ടെ. ഞാനൊരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. ആസ് എ കമ്പോസർ ഐ ഹാവ് ദ കോൺഫിഡൻസ് ഐ ക്യാൻ മേക്ക് എനി ബഡി സിങ്. അതായത് ഇന്നത്തെ ടെക്നോളജി അത്രയും അഡ്വാൻസ്ഡ് ആണ്. അപ്പം അത്രയും നല്ല ടെക്നോളജി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിബഡി ക്യാൻ സിങ് എന്നുള്ളൊരു സംഭവമുണ്ട്. പക്ഷേ ഭാവം എന്ന് പറഞ്ഞൊരു കാര്യം ഒരിക്കലും നമുക്ക് കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് ഈ ആക്ടേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പം ദിലീപേട്ടന് അത്ര വലിയ സിംഗറൊന്നുമല്ല, പക്ഷേ അദ്ദേഹം കൊടുക്കുന്ന ആ എക്സ്പ്രഷൻ അത് കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ പാട്ട് ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ പാട്ട് പാടിക്കുമ്പോഴും നമ്മൾ എല്ലാ സിംഗറെ കൊണ്ടും നമ്മൾ പാടിക്കുമ്പോൾ അവരുടെ നിന്ന് നമ്മൾ എടുക്കുന്നത് ഭാവം മാത്രമാണ്. പല സിംഗേഴ്സും പെർഫെക്റ്റ് സിംഗേഴ്സ് അല്ല, പക്ഷേ എന്നാലും അവരുടെ ടോണും അവരുടെ ഭാവവും മാത്രമാണ് നമ്മൾ ഉൾക്കൊണ്ട് ബാക്കിയെല്ലാം ഉണ്ടാകും. ഇപ്പോൾ ദുൽഖറിൻ്റെ കാര്യം എടുത്തപ്പം ദുൽഖർ വന്ന് പാടാൻ വേണ്ടി വന്നപ്പം ദുൽഖർ പറഞ്ഞു ഞാൻ ബാത്റൂമിലൊക്കെ വെറുതെ ഇങ്ങനെ പാടും, അത്രേ ഉള്ളൂ, എനിക്ക് പാട്ടുകളുടെ ബന്ധം അത്രേ ഉള്ളൂ, പാട്ടുകൾ കേൾക്കാറുണ്ട്, ഐ എം നോട്ട് ഇൻ ടു സിംഗിങ് അറ്റ് ഓൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് തീർന്ന് പണിയായി. ഇനിയിപ്പം ഒരാഴ്ച എഞ്ചിനീയേഴ്സിനെ കൊണ്ട് ഞാനും എഞ്ചിനീയറും മാറി ഇരുന്ന് ഓട്ടോ ട്യൂണും മറ്റേ മെലോഡിയൊക്കെ ഇട്ട് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും. സോഫ്റ്റ്വെയർസൊക്കെ ഉപയോഗിച്ച് പണിയെടുക്കേണ്ടി വരുന്ന കഴിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം ഗാർഡൻ കയറി ഫസ്റ്റ് ടേക്ക് വരുന്ന വരവ് കണ്ട് ഞങ്ങൾ വലിയ ശരങ്ങളായിരുന്നു ഞങ്ങൾ മുന്നോട്ട് വന്നത്. ഞങ്ങളുടെ തിങ്കിങ്ങിനൊക്കെ അതീതമായിട്ട് അദ്ദേഹം ഭയങ്കര എന്താ പറയുക, ഒരു പ്രൊഫഷണൽ സിംഗർ എങ്ങനെ സ്റ്റുഡിയോയിൽ ബിഹേവ് ചെയ്യുമോ അതുപോലെയാണ്. ഓക്കെ നെക്സ്റ്റ് ടേക്ക്, ഓക്കെ വിൽ ഗോ നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് എങ്ങനെ ആദ്യമായിട്ടല്ലേ, ഇനിയിപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേണം ഇങ്ങനെ പൊസിഷനിങ്, മൈക്ക് പൊസിഷനിങ് എല്ലാം പെർഫെക്റ്റ്. ഞാൻ എവിടെയെങ്കിലും പാടിയിട്ടത് ഇതിനു മുമ്പ് എവിടെയെങ്കിലും പാടിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പാടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ചുമ്മാ അല്ല, മമ്മൂക്കയുടെ മാൻ തന്നെ. ദുൽഖർ അപ്പോൾ ഭീകര സിംഗറാണ്. ദുൽഖറിന്റെ കഴിവിനെ കുറിച്ച് എന്താ പറയുന്നത്? അപകാരം. ഇത് എനിക്ക് എസ്പെഷ്യലി പറയാനുള്ള ഒരു പാട്ടിനെ പറ്റി, മമ്മൂക്കിനെ ഒരിക്കൽ ഞാൻ എയർപോർട്ടിൽ വെച്ച് കാണാനിടയിൽ. ഈ പാട്ട് മമ്മൂക്ക കേട്ടു. എൻ്റെ വീട്ടിലൊക്കെ പ്രാർത്ഥനയായിരുന്നു. പാടാൻ വേണ്ടി വന്ന സമയത്ത് വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം എന്താവോ എന്ന് വിചാരിച്ചിട്ട്. പാടിക്കഴിഞ്ഞ് എന്നെ വിളിച്ചു അവർ വീട്ടിൽ നിന്ന് എല്ലാവരും. ദുൽഖറിൻ്റെ അമ്മ എന്നോട് സംസാരിക്കുന്നുണ്ടായി. എയർപോർട്ടിൽ വെച്ച് മമ്മൂട്ടി കണ്ടപ്പം മമ്മൂക്ക വന്ന് പറഞ്ഞത് ഭയങ്കര സന്തോഷമായി, അവനെ ഇങ്ങനെ പാടിച്ചില്ല, അവൻ പാടുന്നത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. അതൊരു അച്ഛൻ സ്നേഹം കണ്ടു. ഇപ്പോൾ ശരിക്കും അച്ഛൻ്റെ ഒരു സ്നേഹം ഉണ്ടല്ലോ. ഇപ്പം എൻ്റെ ഫാദർ സംടൈം ഹി ബിക്കം പ്രൗഡ് ഓഫ് മീ. ചില മ്യൂസിക്കൊക്കെ നന്നായിട്ട് വരുമ്പോൾ പുസ്തകങ്ങളിൽ കഴിയുമ്പം അവർ കണ്ണ് നിറയും. ഒരു സന്തോഷമാണ് അച്ഛനും. അത് നമുക്കൊരു കുട്ടികളുണ്ടെങ്കിൽ അത് അറിയും. അത് എത്ര വലിയ സ്റ്റാർ ആയാലും കലയുടെ മുമ്പിൽ ഒരു മനുഷ്യൻ അടിയറവ് പറയുന്ന ഒരു സമയമുണ്ടല്ലോ, അതാണെന്ന് എനിക്ക് തോന്നി. ഡെഫിനറ്റ്ലി എന്താ പറയുക, അവിടെ മമ്മൂക്കയല്ല, അവിടെ ഒരു സാധാരണ അച്ഛനെ നമുക്ക് കാണാൻ കഴിയും, ഒരു പച്ച മനുഷ്യൻ. ഈ തൊപ്പി വെച്ചാൽ സത്യം മാത്രമേ പറയാൻ പാടൂ. സത്യ തൊപ്പി. രണ്ട് ഗ്ലാസ് ഉണ്ട്. ഓക്കെ, സത്യം ചെയ്യൂ, സത്യം മാത്രമേ പറയുള്ളൂ. സത്യം മാത്രമേ. ഗോപി മ്യൂസിക്കിൽ കോപ്പി ചെയ്തിട്ടുണ്ട്, സത്യം പറയാം. ഉണ്ട്. ഏത് പാട്ട്? ഫ്ലാഷിലൊരു സോങ് കോപ്പി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് കോപ്പി എന്ന് പറയാൻ പറ്റില്ല. അതിനെ കോപ്പി ചെയ്തിട്ട് അതിനെ വേറൊരു തലത്തിലോട്ട് എത്തിക്കുന്നത് എനിക്ക് നല്ലൊരു ലൈക്കിംഗ് എനിക്ക് പറയാൻ പറ്റും. ഓ, അങ്ങനെ പറയാം. കോപ്പി ചെയ്ത് വേറൊരു തലത്തിലേക്ക് എത്തിയ പ്രിയദർശൻ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് മൂവീസ്. സംവാട്ട് ലൈക്ക് ദാറ്റ്. പിന്നെ അടുത്ത പാട്ട് കണ്ണിന്റെ മുന്നിലയുടെ ഒരു ഹുക്ക് ലൈൻ.
അത് ഒറ്റ ഹുക്ക് ലൈൻ മാത്രമേ ഉള്ളൂ. അത് എവിടെ നിന്ന് എടുത്തു? അത് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു സ്പാനിഷ് സോങ് എന്നാണ് തോന്നുന്നു. അങ്ങനെ കോപ്പി ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഗോപിയുടെ അഭിപ്രായം? കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ചെയ്തെന്ന് തുറന്ന് പറയുക. അതിന് നമ്മുടെ കഴിവുകേടായിട്ട് വിചാരിക്കരുത്. വേറെ ഒരുപാട് പാട്ടുകൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ കോപ്പി ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ട്. അത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വളരെ സീക്രസീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റീസണാണ്. അതിവിടെ പറയാൻ പറ്റില്ല. കോപ്പി ചെയ്യുന്നത് ഒരു തെറ്റല്ല, പക്ഷെ അതിന് ഒരു ലൈക്ക് ചെയ്ത് നമ്മളൊരു കാര്യം എടുത്ത് അതിനെ ഇൻസ്പയർ ചെയ്ത് വേറൊരു തലത്തിലോട്ട് അതിനെ എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പം ഒരിക്കലും നിങ്ങൾക്ക് കണ്ണിന് മിന്നൽ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ആ ഒരു ഫീല് ആ മറ്റേ പഴയ പാട്ട് കേട്ടാലും നിങ്ങൾക്ക് ഒരു ആസ് എ കോമൺ ഓഡിയൻസ് രണ്ടും കേട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ടും രണ്ട് പാട്ടുകളാണ്. ഓൺലി തിങ് ആ ഹുക്ക് ലൈൻ മാത്രമേ സിമിലാരിറ്റി ഉള്ളൂ. പിന്നെ ഈ അടുത്ത കാലത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ there is one hook line is that അതൊരു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പീസാണ്. അതൊരു ഏതൊരു ഇംഗ്ലീഷ് ഫിലിം ഐ തിങ്ക്. ഏതൊരു പടത്തിന്റെ തീമാണത്. അത് ഇടയിൽ ഇങ്ങനെ വന്നത് ഒരു സ്ലോ ആയിട്ട് വരും. ഞാനത് ഫാസ്റ്റാക്കി അത്രേ ഉള്ളൂ. അതിന് ഫാസ്റ്റാക്കിയിട്ട് അതിനുശേഷം നാട്ടിൽ വീട്ടിൽ റോട്ടിൽ കാട്ടിൽ കണ്ടോ കേട്ടോ കേട്ടോ കണ്ടോ പേടി പിടിച്ചൊരു പാവം ദൈവം അതെൻ്റെ തന്നെയാണ്. അതിനൊരു അട്രാക്റ്റീവ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഹുക്ക് ലൈൻ ഞാൻ എടുത്ത് ഉപയോഗിച്ചു. അതിന് പകരം വേറെ പല ഹുക്ക് ലൈനും ഉണ്ടാക്കാം. പക്ഷെ അതിൽ വേറെ പല കാരണങ്ങളുണ്ട് അതിന്. അത് നമുക്ക് വ്യക്തിയോട് ഇവിടെ പറയാൻ പറ്റില്ല. പുറത്ത് പറയാൻ പറ്റാത്ത എന്തോ രഹസ്യം ഇതിന് പുറകിലുണ്ട്. പുറത്ത് പറയില്ല. അത് ആരെങ്കിലും ഒരിക്കൽ പറയുമായിരിക്കും എന്നെക്കാളും ചെങ്കട്ടുള്ളൂ. ഇത്രയും ചെങ്കട്ട് കാണിച്ചില്ല പോലെ. വെരി നൈസ്. സോ അസിസ്റ്റന്റിനെ വെച്ച് മ്യൂസിക് ചെയ്ത് തന്റെ പേരിൽ പാട്ട് ഇറക്കി ഹിറ്റാക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിനെ എനിക്കറിയാം. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അറിയാം. സീരിയസ്ലി? മലയാളം മ്യൂസിക്കിൽ അങ്ങനെ ഉണ്ട്. അതായത് അവരല്ല സത്യത്തിൽ മ്യൂസിക് ചെയ്യുന്നത്. അവരല്ല ചെയ്യുന്നത്. പിന്നെ ആരാ ചെയ്യുന്നത്? പാവപ്പെട്ട പിള്ളേർ. മ്യൂസിക് ഡയറക്ടർ ആണെന്ന് പുറത്ത് ആർക്കും അറിയാൻ പാടില്ലാത്തവരൊക്കെ പടങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവരുടെ അടുത്തൊക്കെ നമ്മൾ പ്രോഗ്രാമിങ്ങിനായിട്ട് പോകുമ്പം അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് അവരുടെ ഒരു പ്രൊസീജിയർ ഓഫ് പല മേക്കിംഗ് ആണ്. മ്യൂസിക് അറിയുന്ന ആൾ മ്യൂസിക് ഉണ്ടാക്കുന്ന സ്റ്റൈലുണ്ട്. വെരി പ്രൊഫഷണൽ വേ ഓഫ് ഫിലിം മ്യൂസിക് മേക്കിംഗ്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ബിക്കോസ് വി വർക്ക് ഫോർ ഓൾ അതർ പീപ്പിൾസ്. അപ്പോൾ അവിടെ ചെല്ലുമ്പം ചില ആളുകൾക്ക് ഞാൻ കണ്ടിട്ടുള്ള മ്യൂസിക് മേക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറിസിസ്റ്റ് ലിറിക്സ് ചെയ്ത് കൈ കൊടുക്കും. ഇത് കഴിയുമ്പോൾ ഇവർ ചെയ്യുന്ന കാര്യം ഒരു സിംഗറെ വിളിക്കും. അവരുടെ കീഴിൽ ഒരു 3-4 സിംഗേഴ്സ് ഉണ്ടാവും. പ്രൊഫഷണൽ സിംഗേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊഫഷണൽ അല്ലാത്ത സിംഗേഴ്സ് ആയിരിക്കാം. ഈ ലിറിക്സ് അവരെ കൊടുത്തിട്ട് ഇതുപോലൊരു ചോറ്റുപാത്രം എടുത്തിട്ട് പാടിക്കൊള്ളൂ, ഇതന്നെ താളം, ആര് പാടണം? സിംഗർ പാടിക്കോളാം. ആ ലിറിക്സ് നോക്കി അങ്ങ് പാടിക്കോളാം. അപ്പോൾ ഒരു സിംഗറുടെ നിന്ന് ഒരു ട്യൂൺ കിട്ടിയാ അപ്പോൾ ഒരു ട്യൂണായില്ലേ. അപ്പോൾ ആ ട്യൂണും കിട്ടി. അത് റെക്കോർഡ് ചെയ്ത് വെച്ചു. അത് കഴിയുമ്പോൾ അടുത്ത സിംഗർ വിളിക്കും. ഇതേ ലിറിക്സ് എടുത്ത് കൈ കൊടുക്കും, വേറെ താളവും 3, 4 പാടിക്കോളാം. എൻ്റെ കൺമുമ്പേ ഞാൻ കണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പം പിന്നെ ഇത്രയും സിംഗേഴ്സ് ഉണ്ടല്ലോ, ഇത്രയും സിംഗേഴ്സിൻ്റെ കയ്യിൽ ഏതെങ്കിലും ഈ സിംഗേഴ്സിനൊക്കെ ഒരു ചോയ്സ് ഉണ്ട്. സിംഗേഴ്സിനെ വിളിച്ച് അവർ പാടി കൊടുത്ത് ഈ ട്യൂൺ അവർ പാടി റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ റെക്കോർഡ് ചെയ്ത ട്യൂൺ അങ്ങനെ ഡയറക്ടറിനെ കേൾപ്പിക്കുന്നു. ദെൻ ദ മ്യൂസിക് സോ കോൾഡ് മ്യൂസിക് ഡയറക്ടർ ബിക്കം ലൈക്ക് എ സൂപ്പർവൈസർ, music supervisor. He takes one thing from another guy and putting into a director. The director listens to the tune. ഞാനൊരു സിംഗർ വെച്ച് പഠിച്ചാണ്, അത് കേട്ടു, ട്യൂൺ കേട്ടു, ഇത് ഏത് ട്യൂൺ വേണം, ഈ ട്യൂൺ വേണം. അപ്പോൾ ആ ട്യൂണ് അസിസ്റ്റൻറ്റിനോട് പറയും, എടാ ആ ട്യൂൺ ആരാ പാടിയത്? ഈ സിംഗറാണ് പാടിയത്. അവളെ ഒരു പാട്ട് കൊടുക്കും. ദാറ്റ്സ് ഓൾ. സിംഗറിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ട്യൂൺ പാടി കൊടുത്താൽ എനിക്ക് ആ പാട്ട് കിട്ടും. എൻ്റെ ട്യൂൺ അപ്രൂവ് ആയാൽ എനിക്ക് പാട്ട് കിട്ടും. അതാണ് ഒരു കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ്. എന്നിട്ട് ഈ അപ്രൂവ് ആയ ട്യൂൺ എൻ്റെ അടുത്തോട്ട് വരും. അപ്പോൾ ഞാൻ ചോദിക്കും ഇതെങ്ങനെയാണ് ഓർക്കസ്ട്രേഷൻ, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുന്നത്, ഇതാണ് സിറ്റുവേഷൻ. അപ്പം ഡയറക്ടറെ കൊണ്ട് നമ്മളെ കാണിച്ചു തരും. ഡയറക്ടർ നമ്മൾ നേരിട്ട് ഡിസ്കസ് ചെയ്യും. ഡയറക്ടർ പറയും ഇങ്ങനെയാണ് സിറ്റുവേഷൻ, അതിലിങ്ങനെ ഇപ്പോൾ ഹീറോയിൻ അതിന് ശേഷം ഇങ്ങനെയാണ് സിറ്റുവേഷൻ, അപ്പോൾ ഇന്നടത്ത് ഇങ്ങനെ ബീജിയം വേണം, ബീജിയം കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, ഇഫ് ഐ എം എ വെൽ കേപ്പബിൾ പ്രോഗ്രാമർ ഐ ക്യാൻ ഗിവ് വാട്ട് എവർ ദ ഡയറക്ടർ വാണ്ട്സ്. then the name goes to the music director. ഗോപി എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഇതുവരെ ചെയ്യേണ്ട വന്നില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ പണ്ടേ ചെയ്യാമായിരുന്നു. ഞാൻ കോപ്പി അടിക്കും, പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒരു തന്തയില്ലാത്ത രീതിയിൽ മ്യൂസിക് ചെയ്യത്തില്ല. അപ്പങ്ങളെമ്പാടും എന്ന സോങ് സത്യത്തിൽ വളരെ മോശം പാട്ടാണ് എന്ന് ഒരു വളരെ പ്രശസ്തനായ മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ ഒരു TV ഇന്റർവ്യൂവിൽ പറഞ്ഞു. എന്ത് തോന്നി പി ജയചന്ദ്രൻ അങ്ങനെ പറഞ്ഞപ്പോൾ? ഞാൻ ഒരു നിരൂപകർക്ക് വേണ്ടി ഉണ്ടാക്കിയ പാട്ടല്ല അത്. കൊച്ചുകുട്ടികൾക്ക് ഞാനൊരു കളിപ്പാട്ടം പോലെ ഒരു കുഞ്ഞു പൊമ്മക്കുട്ടീനെ കൊടുത്താണ്.
ആ ബൊമ്മക്കുട്ടി ഇതൊരു മാത്രമായ ഇത് ബാബി ഡോളല്ല, ഇത് ഒരു സാധാരണ ബൊമ്മയാണ് അവൻ കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊച്ചുങ്ങൾക്ക് കളിക്കാൻ വേണ്ടി കൊടുത്തൊരു പാട്ടാണ് അത്. കൊച്ചുങ്ങൾ അത് ഏറ്റെടുത്ത് പാടുകയും ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ട് എനിക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇപ്പം ഞാൻ ഹിറ്റായിക്കൊണ്ടുള്ള പല പാട്ടുകളും എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളാണെന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ഇപ്പം ഖൽബിലെത്തി എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് ആദ്യം ഞാൻ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമായ പാട്ടൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാർഡ് മെറ്റൽ, ഹാർഡ് റോക്ക് അതൊക്കെയാണ് എനിക്ക് മഹത്തരമായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ അത് ഒരിക്കലും നമ്മൾ മലയാളികൾ കേൾക്കുന്നു പറയും. എവിടെയാണ് നമ്മൾ പ്രൊഫഷണൽ ആവുന്നത്? നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം നമ്മൾ ചെയ്യുന്ന ഒരു മേഖലയ്ക്ക് വേണ്ടി നമുക്കത് പ്രോപ്പറായിട്ട് അതിന് വേണ്ടുന്ന രീതിയിൽ ചാനലൈസ് ചെയ്ത് നമ്മളെ മാറ്റി നിർത്തി, നമ്മളുടെ ഇഷ്ടങ്ങൾ മാറ്റി നിർത്തി ഒരു പ്രൊഫഷണൽ കമ്പോസറായിട്ട് ആ സ്ക്രിപ്റ്റിന് വേണ്ട കാര്യം നമുക്ക് എന്ന് ചെയ്യാൻ കഴിയുന്നു അന്നാണ് നമ്മൾ പ്രൊഫഷണൽ മ്യൂസിക് ഡയറക്ടർ ആവുന്നത്. നമുക്കിഷ്ടമുള്ള ചെയ്യണമെങ്കിൽ നമുക്ക് വോളിയം 1 വോളിയം 2 എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ മ്യൂസിക് വോളിയം 1 വോളിയം 2 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാവർക്കും ആരും കേൾക്കാതെ അത് വല്ല മൂലക്കിരിക്കണതാണ്. ആസ് എ മ്യൂസിക് ഡയറക്ടർ കോപ്പി ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് ഗോപി പറയുന്നത്. നമ്മളൊരു സംഭവം നമ്മൾ ചെയ്യുന്നു, മാത്രമായെന്ന് തോന്നുന്നു. നമ്മൾ മൂന്ന് പാട്ട് നമ്മൾ കമ്പോസ് ചെയ്യുന്നു. അതിൽ വളരെ ഡിഫറെൻ്റായിട്ട് ഞാൻ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. നിൻ ഹൃദയമൗനം, ഉൾക്കടലിനാഴും. അതിൻ്റെ കമ്പോസിഷൻ പലരും എന്നെ വിളിച്ചിട്ട് അതിൻ്റെ ഈ നോട്ടിൽ നിന്ന് വേറൊരു നോട്ടിലോട്ട് ജമ്പ് ചെയ്യുന്നു. ശ്രുതിവേദം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ നോട്ട് ഇങ്ങനെയാണ് പോകുന്നത്, അതിൽ ദൈവത്തിൽ നിങ്ങൾ ഷഡ്ജം മിക്സ് ചെയ്ത് എന്താണ്ടൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്രയൊന്നും എനിക്കറിയില്ലെങ്കിലും ഞാൻ എന്തൊക്കെയോ ചെയ്തു, അത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ സന്തോഷം. അപ്പോൾ ഇതൊക്കെ പ്രശംസിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ 3 പാട്ടിനുണ്ടെങ്കിൽ അതിൽ ഒരു പാട്ട് എന്തുകൊണ്ട് ഒരു വൈറലാക്കിക്കൂടാ? ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുക ഒരു നെഗറ്റീവ് ഒരു സ്ട്രാറ്റജിയാണത്. 3 പാട്ട് നമ്മൾ ഒരു പടത്തിന് വേണ്ടി ചെയ്യുന്നു. ഈ 3 പാട്ട് കേൾക്കാൻ 100 പേരുണ്ടെങ്കിൽ അതിലൊരു പാട്ട് കോപ്പിയാണെന്ന് അറിഞ്ഞാൽ അത് കേൾക്കാൻ 2000-3000 ആളുകളുണ്ടാവും. അങ്ങനെ അതിലൊരു പാട്ട് ഹിറ്റും ആയി കഴിഞ്ഞാൽ പിന്നെ അത് 3 ലക്ഷം 4 ലക്ഷമാണ് അതിൻ്റെ യൂട്യൂബ് റേറ്റിംഗ്. ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപി ഒരു സെല്ലബിൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതെ അതെ, ഡെഫിനറ്റ്ലി. ഐ തിങ്ക് അങ്ങനെയാണെങ്കിൽ ഗോപിക്ക് കോപ്പി അടിക്കാൻ ഞാൻ ഗോപിയെ കുറച്ചുകൂടി പഠിപ്പിക്കാൻ പോവാണ്. ഗോപിക്ക് വേണ്ടി ഞാൻ ഒരു സ്പെഷ്യൽ ഇത് തരാൻ പോവാണ്. 4 വരി കോപ്പി. ആയിക്കോട്ടെ, താങ്ക് യു. ഇതിൽ എഴുതി പഠിച്ചോളൂ എങ്ങനെ കോപ്പി എഴുതണം. ഞാൻ എഴുതേണ്ട കാലത്ത് പോലും എഴുതിയിട്ടില്ല മര്യാദയ്ക്ക്. മൈ റൈറ്റിംഗ് ഈസ് റിയലി ബാഡ്. ലെറ്റ്സ് സീ ഗോപിയുടെ ഹാൻഡ് റൈറ്റിംഗ്. 4 വരി കോപ്പിയിൽ ഗോപി കോപ്പി എഴുതുന്നു. ഓക്കേ, കോപ്പി എഴുതുന്നു. കോപ്പി എന്ന് പറഞ്ഞു അല്ല, എന്ത് വേണം എഴുതിക്കോളൂ. ഇഷ്ടമുള്ളൊരു പാട്ടിന്റെ വരി. പപ്പ ഭരണം വേണ്ടപ്പ. ഒരു മ്യൂസിക് ഡയറക്ടറുടെ ഹാൻഡ് റൈറ്റിംഗ് കാണണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഗോപി സുന്ദർ എന്ന മ്യൂസിക് ഡയറക്ടറുടെ ഹാൻഡ് റൈറ്റിംഗ്. ഓക്കേ, ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? യു റിയലി ഡിസേർവ് എ പ്രൈസ്. ഇനിയുണ്ടോ പ്രൈസ്? ദിസ് ഈസ് യുവർ പ്രൈസ്. ആദ്യം കിട്ടിയ ചെണ്ട. ദിസ് ഈസ് ഗോപി സുന്ദർസ് പ്രൈസ്. ഓക്കേ, ഇത് ഗോപിക്ക് ഗിറ്റാർ വായിക്കാൻ വേണ്ടിയാണ്. ട്യൂണിംഗ് ഉണ്ടോ? ഗോപിയുടെ ഇമോഷൻ ഒന്ന് വായിക്കപ്പോ. ഷാന്റെ ഇമോഷൻ വായിച്ചു തരാം. ഗംഭീരായിരിക്കുന്നു. ലവ്ലി, ബ്യൂട്ടിഫുൾ, റോക്കിംഗ്, കില്ലർ. ഇനി വല്ലതും ഉണ്ടോ? സ്റ്റോക്ക് കഴിഞ്ഞു. That's Gopi Sundar with me. Thank you very much. Thank you so much. Nice.